നോർവേയിലെ ബെർഗൻ പട്ടണത്തിൽ നിന്നും ഒരു കറ്റമരനിൽ ആരംഭിച്ച യാത്ര തുടരുകയാണ്. അതിവേഗത്തിൽ പായുന്ന ഡബിൾ ഹള്ളുള്ള കറ്റമരന്റെ മുകൾ ഡെക്കിലാണ് ഞാൻ സ്ഥാനം പിടിച്ചിരിക്കുന്നത്. തണുപ്പിനെ വെല്ലുവിളിച്ച് എന്നെപ്പോലെ ഏതാനും പേർ മാത്രമേ മുകൾ ഡെക്കിലുള്ളൂ. മനോഹരമായ ഒരു ഭൂപ്രകൃതിയിലൂടെയാണ് കടന്നു പോകുന്നത്. ലാംഗെഡാൽസ്വിക്ക എന്ന പ്രദേശമാണ് ഇത്. മലയിടുക്കിലെ ചെറിയൊരു ഗ്രാമമാണ് ലാംഗെഡാൽസ്വിക്ക. ഒരു ബോട്ട് പിയറും പൈൻമരങ്ങൾക്കിടയിൽ ചെറു വീടുകളുമെല്ലാം കാണുന്നു. ഇത്തരത്തിലുള്ള കൊച്ചു ഗ്രാമങ്ങളാണ് ഫ്യോർഡുകളിലൂടെ യാത്ര ചെയ്യുമ്പോൾ നോർവേയുടെ ഉൾനാടുകളിൽ കാണാനാവുക. മരവീടുകൾ, ബോട്ട് കയറ്റിയിടാനുള്ള ഷെഡ്, മലയുടെ ചെരുവിൽ വീടുകൾ. യാത്ര തുടരുമ്പോൾ ബോട്ടിലെ ജീവനക്കാരൻ ഒരു ബക്കറ്റും തോട്ടിയുമെല്ലാമായി ഡെക്കിലേക്ക് ഇറങ്ങി വന്നു. ഫ്യോർഡിൽ നിന്നും വെള്ളം കോരുകയാണ് ഉദ്ദേശമെന്നാണ് കരുതിയത്. അതല്ല കാര്യം. പാറക്കെട്ടുകളുടെ മുകളിൽ നിന്നും ഒരു നേർത്ത വെള്ളച്ചാട്ടമുണ്ട് ഇവിടെ. അതിനടുത്തേക്കാണ് കറ്റമരൻ നീങ്ങുന്നത്. പാറയിൽ ചെന്നിടിക്കുമോ എന്ന് സന്ദേഹിച്ച് ഞാൻ നിൽക്കെ കറ്റമരൻ സാവധാനം അവിടെ അടുത്തു. തോട്ടിയുടെ അറ്റത്ത് സ്റ്റീൽ ബക്കറ്റ് കൊളുത്തി ജീവനക്കാരൻ വെള്ളച്ചാട്ടത്തിൽ നിന്നും അത് നിറയ്ക്കുകയാണ്. മിനറൽസിന്റെ സാന്നിധ്യമുള്ള ശുദ്ധജലമാണത്. കറ്റമരനിലെ ചുരുക്കം ചില ആക്ടിവിറ്റികളിൽ ഒന്നാണ് ഇത്. വെള്ളച്ചാട്ടത്തിനടുത്ത് അടുപ്പിക്കുന്നു, വെള്ളം ശേഖരിക്കുന്നു. കറ്റമരൻ യാത്ര തുടരുന്നു. കുറച്ച് പ്ലാസ്റ്റിക് കപ്പും ജീവനക്കാർ കരുതിയിട്ടുണ്ട്. അതിൽ ബക്കറ്റിലെ വെള്ളം കോരി എല്ലാവർക്കും നൽകുന്നു. സായിപ്പ് പച്ചവെള്ളം കുടിക്കുമ്പോഴും ചിയേഴ്സ് പറയും. താഴത്തെ നിലയിലിരുന്ന പലരും വെള്ളം വാങ്ങി കുടിക്കുന്നുണ്ട്. എന്തോ വിശിഷ്ട തീർത്ഥം പോലെയാണ് എല്ലാവരും അത് വാങ്ങുന്നത്. അപ്പർ ഡെക്കിലേക്ക് വെള്ളം കൊണ്ടുവന്നതില്ല. അതിനാൽ അതിൻ്റെ രുചി എന്തെന്നറിയാൻ എനിക്ക് സാധിച്ചുമില്ല. അവിടെ നിന്നും കറ്റമരൻ യാത്ര തുടരുകയാണ്. നല്ല ആഴമുണ്ട് ഇതിനെന്ന് ജലപ്പരപ്പിന്റെ ശാന്തത കാണുമ്പോൾ തന്നെ മനസ്സിലാവും. കറ്റമരന്റെ സ്പീഡ് കുറയുമ്പോഴാണ് കൂടുതൽ ആളുകൾ അപ്പർ ഡെക്കിലെ തുറന്ന ഭാഗത്തേക്ക് ഇറങ്ങി വരുന്നത്. ആ സമയത്ത് ശീതക്കാറ്റിന്റെ ശക്തി അല്പം കുറഞ്ഞിരിക്കുമെന്നതാണ് കാരണം. വെയിലുള്ളത് എനിക്ക് നല്ലൊരു ആശ്വാസമായി. കറ്റമരൻ തിരികെ മോസ്ട്രോമൻ പ്രദേശത്തേക്കുള്ള യാത്ര തുടങ്ങിയിരിക്കുകയാണ്. മലകളും ഉൾക്കടലിലേക്ക് തള്ളി നിൽക്കുന്ന പാറക്കെട്ടുകളുമെല്ലാം പിന്നിട്ട് കറ്റമരൻ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. വലിയ ഫ്യോർഡിൽ നിന്നും ഇടുങ്ങിയ മോസ്ട്രോമൻ ചാനലിലേക്ക് കറ്റമരൻ പ്രവേശിക്കുകയാണ്. ഇതുവരെ നിശ്ചലമായ ഫ്യോർഡിന്റെ കാഴ്ചയായിരുന്നു. ഇവിടുത്തെ ജലപ്പരപ്പ് കാണുക. ജലം താഴേക്കൊഴുകുകയാണിവിടെ. ആ ഒഴുക്കിനെതിരെ കറ്റമരൻ നീങ്ങുന്നു. ഈ പ്രദേശത്തെ ഭൂപ്രകൃതിയുടെ പ്രത്യേകതയും നോർത്ത് സീയിലെ വേലിയേറ്റവുമെല്ലാം ഈ കറണ്ടിന് കാരണമാണ്. എല്ലാ സമയത്തും ഇവിടെ ശക്തമായ അടിയൊഴുക്ക് ഉണ്ടായിരിക്കില്ല. മോസ്ട്രോമൻ ചാനലിന്റെ കരയിൽ ഗ്രാമത്തിലെ പുൽമൈതാനവും വീടും. ഒരു വീടും അതിന്റെ ഔട്ട് ഹൗസും മാത്രമേ ഉള്ളൂ ഇവിടെ. വൈദ്യുതി, ടെലിഫോൺ സംവിധാനങ്ങളെല്ലാം അവിടെ എത്തിയിട്ടുണ്ട്. വെയിലുള്ളതിനാൽ മോസ്ട്രോമന്റെ പുൽമേടും വീടും പിന്നിലെ മലനിരയും മുന്നിലെ ജലപ്പരപ്പുമെല്ലാം വർണ്ണചിത്രം പോലെ കാണാവുന്നു. അങ്ങകലെയുള്ള മലനിരകളിലുമുണ്ട് വീടുകൾ. അതിഗംഭീരമായ ഭൂപ്രകൃതിയിൽ മനുഷ്യന്റെ സൗന്ദര്യബോധവും കരവിരുതും കൂടി ചേരുമ്പോഴാണ് ഇത്തരം ഗ്രാമങ്ങൾ രൂപപ്പെടുന്നത്. നീലജലവും തീരത്തെ മരതകവർണ്ണമാർന്ന പുൽമേടും അതിനപ്പുറം കടും പച്ചവർണ്ണത്തിലുള്ള മലനിരകളും ഓർമ്മയിൽ നിന്നും മായാത്ത ദൃശ്യമാവുന്നു. ഇങ്ങനെയും ഗ്രാമങ്ങൾ രൂപകൽപ്പന ചെയ്യാനാവുമെന്നും ഇത്ര വൃത്തിയോടെ സ്ഥലങ്ങൾ പരിപാലിക്കാനാവുമെന്നും മനസ്സിലാക്കാവുന്നതും നമ്മെപ്പോലുള്ള ഇന്ത്യക്കാരുടെ കണ്ണു തുറപ്പിക്കുന്നതുമായ കാഴ്ച തന്നെയാണിത്.
നേരത്തെ കണ്ട പച്ചപ്പുള്ള മൈതാനത്തിന്റെ മറുകരയാണ് ഇത്. അവിടെയാണ് കാറുകൾ പാർക്ക് ചെയ്യുക. ഗ്രാമത്തിലെ ഓരോ കുടുംബത്തിന്റെയും ബോട്ടുകളാവും ഈ നിരത്തിയിട്ടിരിക്കുന്നത്. കാറ് ഗ്രൗണ്ടിൽ പാർക്ക് ചെയ്ത് ഇവിടെ നിന്നും ബോട്ടുമെടുത്താവും ആളുകൾ ജലാശയക്കരയിലെ അവരവരുടെ വീടുകളിലേക്ക് പോവുക. ആളുകൾ ജോലിക്കായി പോയിരിക്കുന്നത് കൊണ്ടാണ് ബോട്ടുകൾ ഇവിടെ കിടക്കുന്നതും പാർക്കിംഗ് ഗ്രൗണ്ടിൽ കാറുകൾ കാണാത്തതും. വെയിൽ തെളിഞ്ഞു. തണുപ്പിന് അല്പം ശമനമുണ്ട് എന്ന് കണ്ടതോടെ കൂടുതൽ ആളുകൾ അപ്പർ ഡെക്കിലേക്ക് കയറി വരുന്നു. ഡെക്കിൽ പിൻഭാഗത്ത് കുറെ പേർക്കിരിക്കാം. മുൻഭാഗത്ത് നിന്ന് യാത്ര ചെയ്യാൻ തീരുമാനിച്ചാൽ ശക്തമായ ശീതക്കാറ്റിനെ അഭിമുഖീകരിക്കേണ്ടി വരും. പല ഷോട്ടുകളും വിറയ്ക്കുന്നതായി തോന്നുന്നെങ്കിൽ അത് ക്യാമറയുടെ കുഴപ്പമല്ല. എന്റെ കൈകൾ തണുത്തു വിറയ്ക്കുന്നതുകൊണ്ട് തന്നെയാണ്. എങ്കിലും ഈ ഷോട്ടുകൾ എനിക്ക് ഉപേക്ഷിക്കാനാവില്ല. തണുപ്പ് അസഹ്യമാവുമ്പോൾ ഞാൻ ക്യാപ്റ്റന്റെ ക്യാബിനകത്ത് കയറി നിൽക്കും. അത് ശ്രദ്ധിക്കാതെ ക്യാപ്റ്റനും സഹായിയും കറ്റമരൻ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാവും. അല്പസമയം ആ ക്യാബിനിൽ നിന്ന് ദേഹമൊന്ന് ചൂടാക്കി വീണ്ടും പുറത്തേക്കിറങ്ങും. അപ്പോഴും കറ്റമരൻ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും അതിമനോഹരമായ ഭൂപ്രകൃതിയുടെ കാഴ്ചയിലൂടെ യാത്ര തുടരുകയാണ്. ശരിക്കും ബെർഗനിലേക്കുള്ള മടക്കയാത്രയാണിത്. പക്ഷേ തിരിച്ചു പോകുന്നത് മറ്റൊരു വഴിയിലൂടെയാണ്. പൈൻ മരമുള്ള മലനിരയുടെ താഴ്വാരത്ത് ഒരു ഗ്രാമം കാണാം. ഫൊസാനെ എന്ന ഗ്രാമമാണത്. ടൂറിസ്റ്റുകൾ ധാരാളമായി എത്തുന്ന ഗ്രാമമാണ് ഫൊസാനെ. 19-ാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശകങ്ങളിൽ നിർമ്മിച്ച ഏതാനും വീടുകൾ അവിടെയുണ്ട്. അവയിലെല്ലാം ആധുനിക സജ്ജീകരണങ്ങൾ ഒരുക്കി ടൂറിസ്റ്റുകൾക്ക് വാടകയ്ക്ക് നൽകി വരികയാണിപ്പോൾ. ഇടതുവശത്ത് മറ്റൊരു ഗ്രാമം കാണുന്നു, ബോഗാവിക്ക എന്ന ഗ്രാമം. ഉൾക്കടലിലേക്ക് തള്ളി നിൽക്കുന്ന ഒരു പാറക്കെട്ടിന് മുകളിലാണ് ആ ഗ്രാമം രൂപപ്പെട്ടിരിക്കുന്നത്. ഇങ്ങനെ കാണുമ്പോൾ 4-5 വീടുകളെ അവിടെയുള്ളൂ എന്ന് തോന്നിപ്പോകുന്നു. ഓസ്റ്റർഫ്യോർഡിന്റെ മലനിരകൾക്കിടയിലേക്ക് തള്ളി നിൽക്കുന്ന ഒരു ഭാഗമാണിത്. മെല്ലേസ്റ്റാർ സുണ്ടറ്റ് എന്ന് ഇവിടം അറിയപ്പെടുന്നു. അത് കിടന്ന് ഫ്ലോത്താമൻ എന്ന പ്രദേശത്തിനടുത്തേക്ക് എത്തുന്നു. വലതുവശത്ത് കാണുന്ന മലഞ്ചെരിവാണ് ഫ്ലോത്താമൻ. അതിലൂടെ ഒരു ഹൈവേ കടന്നു പോകുന്നുണ്ട്. മലഞ്ചെരുവിൽ ഏറുമാടങ്ങൾ പോലെ ഇങ്ങനെ ചില നിർമ്മിതികളുണ്ട്. തൂണുകളുടെ മുകളിൽ ഏതാനും ഷെഡുകൾ. അത് എന്തിനുള്ളതാണെന്ന് വ്യക്തമായതുമില്ല. ഫ്ലോത്താമൻ പിന്നിട്ട് യാത്ര തുടരുകയാണ്. ഇൻഡ്രെ ഓസ്റ്റർഫ്യോർഡൻ എന്നാണ് ഉൾക്കടലിന്റെ ഈ ഭാഗം അറിയപ്പെടുന്നത്. ഓസ്റ്റർഫ്യോർഡിന്റെ ഒരു കൈവഴി എന്ന് അർത്ഥം. 27 കിലോമീറ്റർ നീളമുള്ള ഓസ്റ്റർഫ്യോർഡിന് ഇങ്ങനെ പല കൈവഴികളും ഉൾപിരിവുകളുമുണ്ട്. ദൂരക്കാഴ്ചയിൽ മലയിൽ പടർന്നു വളരുന്ന വനമാണെന്ന് തോന്നുമെങ്കിലും അതിലെല്ലാം ധാരാളം ഗ്രാമങ്ങളുണ്ട്. നല്ല ഹൈവേകൾ അതുവഴി കടന്നു പോകുന്നുമുണ്ട്. ഇവിടെ മലയുടെ ഒരറ്റം ഉൾക്കടലിലേക്ക് തള്ളി നിൽക്കുന്നുണ്ട്. വെർപ്പൻ എന്ന ഗ്രാമമാണത്. ഒരു ടൂറിസ്റ്റ് സെന്റർ കൂടിയാണ് വെർപ്പൻ. കുന്നിൻ ചെരുവിൽ വീടുകളും കോട്ടേജുകളും തീരത്തോട് ചേർന്ന് കിടക്കുന്ന ബോട്ടുകളുമെല്ലാം കാണാം. 400-ലേറെ ജനം വസിക്കുന്നുണ്ട് വെർപ്പനിൽ. വെർപ്പൻ ഗ്രാമം കടന്നു നീങ്ങുമ്പോൾ അങ്ങകലെ മലഞ്ചെരുവിൽ ഒരു വെളുത്ത വര കാണുന്നു. കൂടുതൽ അടുത്തു ചെല്ലുമ്പോൾ മനസ്സിലായി, അതൊരു വെള്ളച്ചാട്ടമാണ്. ആ വെള്ളച്ചാട്ടത്തിനരികിലേക്കാണ് കറ്റമരൻ നീങ്ങുന്നത്. ഹിസിയേഡാൽസ് ഫോസൻ എന്നറിയപ്പെടുന്ന വെള്ളച്ചാട്ടമാണത്. മലയുടെ അങ്ങേ ചെരുവിൽ ഒരു തടാകമുണ്ട്, പോളെ വാറ്റ്നെറ്റ് എന്ന തടാകം. ആ തടാകം കവിഞ്ഞൊഴുകുന്ന ജലമാണ്
ഇവിടെ മനോഹരമായ വെള്ളച്ചാട്ടമായി മാറുന്നത്. ശരിക്കും അതൊരു ഇരട്ട വെള്ളച്ചാട്ടമാണ്. ദൂരെ നിന്ന് കണ്ടതുപോലെ നേർത്ത വെള്ളച്ചാട്ടമല്ല, ശക്തിയേറിയ വലിയ വെള്ളച്ചാട്ടങ്ങൾ തന്നെ. വേനൽക്കാലത്ത് മാത്രമേ ഈ വെള്ളച്ചാട്ടത്തിന്റെ സൗന്ദര്യം ഈ വിധം ആസ്വദിക്കാനാവൂ. മഞ്ഞുകാലത്ത് വെള്ളച്ചാട്ടത്തിന് കീഴെയുള്ള പാറക്കെട്ടും അതിനപ്പുറമുള്ള തടാകവുമെല്ലാം ധവളിമയാർന്ന ഹിമമുറഞ്ഞു കിടപ്പാവും. 70 മീറ്റർ ഉയരത്തിൽ നിന്നാണ് വെള്ളച്ചാട്ടം പതിക്കുന്നത്. ഹെസിയഡാൽസ് ഫോസൻ എന്ന വാക്കിനർത്ഥം കുതിരയുടെ താഴ്വരയിലെ വെള്ളച്ചാട്ടമെന്നാണ്. എങ്ങനെയാണ് ആ പേര് രൂപപ്പെട്ടതെന്ന് സംബന്ധിച്ച് വ്യക്തമായ രേഖകളില്ല. ധാരാളം ടൂറിസ്റ്റുകൾ എത്തുന്ന ഇടമാണ് ഹെസിയഡാൽസ് ഫോസൻ പരിസരം. സമീപത്തെ ഗ്രാമങ്ങളിൽ താമസിക്കാനെത്തുന്ന ടൂറിസ്റ്റുകൾ ചെറുബോട്ടുകളിൽ വെള്ളച്ചാട്ടത്തിന് സമീപത്തേക്ക് എത്തുന്നത് പതിവാണ്. വെള്ളച്ചാട്ടത്തിന് തൊട്ടു താഴെ കൂടി ഒരു ഹൈവേ കടന്നു പോകുന്നുണ്ട്. യാത്രക്കാർക്കെല്ലാം വെള്ളച്ചാട്ടം കാണുന്നതിനും ഫോട്ടോ എടുക്കുന്നതിനും വേണ്ടി കറ്റമരൻ ഇവിടെ ഒന്ന് വട്ടം ചുറ്റുന്നുണ്ട്. പിന്നെ അല്പനേരം നിർത്തിയിടുകയും ചെയ്യുന്നു. ഈ സമയം താഴെ ക്യാബിനിൽ പാതി മയക്കത്തിലായിരുന്ന സഞ്ചാരികളെല്ലാവരും അപ്പർ ഡെക്കിലേക്ക് കയറി വന്നിരിക്കുന്നു. അവർ ഫോട്ടോകൾ എടുത്തുകൂട്ടുന്നു. ഹെസിയഡാൽസ് ഫോസന്റെ കാഴ്ചയിൽ നിന്നും കറ്റമരൻ യാത്ര തുടരുകയാണ്. ശീതകാലത്ത് ഹോളെ തടാകത്തിൽ ഉറയുന്ന മഞ്ഞാണ് വേനൽക്കാലം മുഴുവൻ സഞ്ചാരികളെ ആകർഷിക്കാൻ കഴിയും വിധം പാറക്കെട്ടിന് മുകളിലൂടെ ഹെസിയഡാൽസ് എന്ന വെള്ളച്ചാട്ടമായി പരിണമിക്കുന്നത്. ജർമ്മനി, പോളണ്ട്, ബോസ്നിയ ആൻഡ് ഹെർസഗോവിന, കിർഗിസ്ഥാൻ. സഞ്ചാരം വോള്യം നമ്പർ 19. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. ഇൻഡ്രെ ഓസ്റ്റർഫ്യോർഡൻ എന്ന ഉൾക്കടൽ ഭാഗത്തുകൂടിയാണ് കറ്റമരൻ യാത്ര തുടരുന്നത്. ബെർഗൻ ലക്ഷ്യമാക്കിയാണ് യാത്ര. ഒരു പ്രധാന ഗ്രാമമോ വെള്ളച്ചാട്ടം പോലുള്ള പ്രധാന കാഴ്ചയോ പിന്നിടുന്നതോടുകൂടി കറ്റമരന്റെ വേഗം കൂടുകയായി. ജലപ്പരപ്പിൽ തെന്നിയുള്ള ഒരു പറക്കൽ തന്നെയാണത്. വെയിലുണ്ടെങ്കിലും കറ്റമരന്റെ മുന്നിലുള്ള എന്റെ യാത്ര അല്പം ശ്രമകരമാണ്. കറ്റമരൻ വേഗം കൂട്ടുന്നതിനനുസരിച്ച് തണുത്ത കാറ്റിന്റെ ശക്തിയേറുന്നു എന്നതു തന്നെ കാരണം. വെള്ളച്ചാട്ടം കറ്റമരനിലെ യാത്രികരെ ആകെയൊന്നുണർത്തിയിട്ടുണ്ട്. അപ്പർ ഡെക്കിൽ ആളുകളുടെ എണ്ണം കൂടിയിരിക്കുന്നു. ഫ്യോർഡുകളെക്കുറിച്ചും നോർവേയിൽ അതിനുള്ള സ്ഥാനത്തെക്കുറിച്ചും പഠിക്കാത്തവർക്ക് കുറച്ചു ദൂരം പിന്നിടുന്നതോടെ തന്നെ ഈ കറ്റമരൻ യാത്ര വിരസമായേക്കും. ഫ്യോർഡിനും ഭൂപ്രകൃതിക്കും ഒരേ ഭാവമാണെന്നതു തന്നെ കാരണം. ശക്തിയേറിയ എഞ്ചിനുകളാണ് കറ്റമരനിൽ ഘടിപ്പിച്ചിരിക്കുന്നത്. അതാണ് ഈ ജലവാഹനത്തെ ഇത്ര വേഗത്തിൽ മുന്നോട്ട് വിടുന്നതും. ഈ വേഗതയിൽ ക്രൂസ് ബോട്ടുകൾ പോകാറില്ല. വലിയൊരു അണക്കെട്ട് തുറന്നുവിട്ടതുപോലെ പിന്നിലേക്ക് ജലം ചീറ്റിക്കൊണ്ടിരിക്കുന്നു. കല്ലൻസ്ഹോമൻ ഐലൻഡ് എന്നറിയപ്പെടുന്ന പാറക്കെട്ടാണ് ഉയർന്നു നിൽക്കുന്നത്. സ്റ്റാംനെഷാഗൻ എന്ന പ്രദേശമാണ് മലഞ്ചെരുവിൽ. ഒരു ഗ്രാമമാണത്. പുൽത്തകിടിയിൽ ഉൾക്കടലിനഭിമുഖമായി വീടുകൾ. വലിയൊരു മലയുടെ ചെരുവിലാണ് ഗ്രാമം. ഫ്യോർഡിന്റെ മറുകരയിൽ നിന്ന് സ്റ്റാംനെഷാഗനിലേക്ക് നീണ്ടുകിടക്കുന്ന ഒരു പാലം. പാലത്തിന്റെ മറുഭാഗത്തുമുണ്ട് ഒരു ചെറുഗ്രാമം. ഇക്കാണുന്നതാണ് സ്റ്റാംനെഷാഗൻ. അതുവഴി ഒരു ഹൈവേ കടന്നു പോകുന്നുണ്ട്. അതിന്റെ ഭാഗമാണ് ഈ പാലം. ഫ്യോർഡുകൾക്ക് കുറുകെയുള്ള പാലങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. വെള്ളത്തിൽ തൂണുകൾ ഉണ്ടാവില്ല. ഫ്യോർഡുകളുടെ അഗാധതയാണ് അതിന് കാരണം. മിക്ക ഫ്യോർഡുകളുടെയും ആഴം 300 മുതൽ 1000 മീറ്റർ വരെയാണ്. പാലത്തിന്റെ മറുകരയിലുള്ള ഗ്രാമമാണ് ഇത്. അതും സുന്ദരമായ ഒരു ഗ്രാമം തന്നെ. സ്റ്റാംനെഷാഗനിൽ ഫ്യോർഡിനോട് ചേർന്ന് വിശാലമായ പുൽത്തകിടിയും അതിൽ ചേലുള്ള ചെറു വീടുകളുമെല്ലാം ഒരു കാഴ്ച. മലഞ്ചെരുവിലും താഴ്വരയിലുമായി കുറച്ചേറെ പ്രദേശത്ത് വ്യാപിച്ചു കിടക്കുന്ന ഒരു ഗ്രാമമാണ് സ്റ്റാംനെഷാഗൻ. ബെർഗനിൽ നിന്നുള്ള ഹൈവേകൾ ഈ ഗ്രാമത്തിൽ കൂടിയെല്ലാമാണ് കടന്നു പോകുന്നത്.
അതുകൊണ്ട് തന്നെ ഇവയൊന്നും ഒറ്റപ്പെട്ട ഗ്രാമങ്ങളല്ല. വളരെ എളുപ്പത്തിൽ അവിടെ നിന്നെല്ലാം തൊട്ടടുത്തുള്ള വലിയ പട്ടണങ്ങളിലേക്ക് റോഡ് മാർഗമെത്താം. നോർവേയുടെ ഉൾനാടൻ ഗ്രാമങ്ങൾക്കെല്ലാം ഒരു പൊതു സ്വഭാവമുണ്ട്. പച്ചപ്പുൽത്തകിടിയും ചെറുവീടുകളുമെല്ലാം അതിൽ ഉൾപ്പെടുന്നു. അതുകൊണ്ട് തന്നെയാണ് ആ ഗ്രാമങ്ങൾക്കെല്ലാം കാൽപ്പനികമായൊരു ഏകഭാവം പ്രകടമാവുന്നത്. സ്റ്റാംനെഷാഗൻ പിന്നിട്ട് കുതിച്ചു പായുന്ന കറ്റമരന്റെ അപ്പർ ഡെക്കിൽ തീരക്കാഴ്ചകൾ കണ്ടും ക്യാമറയിലാക്കിയും ഞാൻ അങ്ങനെ ഇരിക്കുകയാണ്. കുതിക്കുന്ന കറ്റമരന്റെ പിന്നിൽ നിന്നുള്ള ഈ ജലക്കാഴ്ച ഒട്ടൊരു അത്ഭുതകരം തന്നെയാണ്. സ്പീഡ് ബോട്ടുകളൊന്നും ജലപ്പരപ്പിൽ ഇങ്ങനെയൊരു ഓളത്തള്ളൽ ഉണ്ടാക്കാറില്ല. സ്റ്റാംനെഷെല്ല എന്ന ഗ്രാമമാണ് അക്കാണുന്നത്. അതിന്റെ തീരത്തോട് ചേർന്ന് ഏതാനും ചെറുകപ്പലുകൾ കിടക്കുന്നുണ്ട്. ഒരു ചെറുകിട വ്യവസായ കേന്ദ്രം കൂടിയാണ് ബെർഗനിൽ നിന്നും 38 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന സ്റ്റാംനെഷെല്ല. സ്റ്റാംനസ് എന്നും അവിടം അറിയപ്പെടുന്നു. 14-ാം നൂറ്റാണ്ടിൽ നിർമ്മിതമായ ഒരു ക്രിസ്തീയ ദേവാലയമുണ്ട് സ്റ്റാംനസിൽ. പാറക്കെട്ടുകൾ പിന്നിട്ട് യാത്ര തുടരുമ്പോൾ ഇവിടെ പൈൻ മരങ്ങൾ വളർന്നു നിൽക്കുന്ന ചെറിയൊരു ദ്വീപ് കാണാം. കോം ഷോംനൻ എന്ന ചെറുദ്വീപ്. തീരത്ത് അങ്ങിങ്ങ് ചെറുവീടുകൾ. ഇവിടെയെല്ലാം ജനവാസമുണ്ടെന്നതാണ് സവിശേഷത. പക്ഷേ ഗ്രാമങ്ങളിലെല്ലാം ജനസംഖ്യ നന്നേ കുറവാണ് താനും. ഒരു ക്യാമറാമാന് എത്ര കണ്ടാലും എത്ര പകർത്തിയാലും കൊതി തീരാത്തത്ര മനോഹാരിതയാണ് നോർവേയുടെ ഭൂപ്രകൃതിക്കുള്ളത്. ഫ്യോർഡുകളിലൂടെ എത്രയോ കിലോമീറ്ററുകൾ ഇതിനകം സഞ്ചരിച്ചു കഴിഞ്ഞു. വീണ്ടും ഒരു ഗ്രാമത്തിന് സമീപത്തേക്ക് എത്തുന്നു. ക്വാസ്റ്റാഡെൽവ എന്ന ഗ്രാമമാണത്. മലയുടെ ചെരുവിൽ തീർത്തും ഒറ്റപ്പെട്ടു നിൽക്കുകയാണ് ക്വാസ്റ്റാഡെൽവ എന്ന് തോന്നും. അതുവഴിയും ഹൈവേ കടന്നു പോകുന്നുണ്ട്. എത്ര സ്വച്ഛമായ ഗ്രാമം! ഫ്യോർഡിലേക്ക് തള്ളി നിൽക്കുന്ന പാറക്കെട്ടിന് മുകളിൽ ഒരു ചെറു വീട് കാണാം. ആ വീട്ടുകാരുടെ ജീവിതം എങ്ങനെയായിരിക്കുമെന്നാണ് കറ്റമരന്റെ ഡെക്കിൽ നിന്നുകൊണ്ട് ഞാൻ ചിന്തിക്കുന്നത്. ബെർഗനിലെ ഒരു സമ്പന്നന്റെ വസതിയായിരിക്കും അത്. വാരാന്ത്യങ്ങളിലാവും അയാളും കുടുംബവും അവിടെ എത്തുന്നത്. കറ്റമരനിലെ ക്യാപ്റ്റനുമായും മറ്റു ജീവനക്കാരുമായും ഞാൻ ഇതിനകം പരിചയമായി കഴിഞ്ഞു. ഇടയ്ക്ക് താഴെ ക്യാബിനിലേക്ക് ഇറങ്ങി ഒരു കാപ്പി വാങ്ങിക്കുടിച്ചു. ഇവിടെ വെൻഡിംഗ് മെഷീനുകളുണ്ട്. അതിൽ നിന്നും ചോക്ലേറ്റും മറ്റും എടുക്കാം. ഒരു ഭാഗത്ത് ഒരു കൗണ്ടറുണ്ട്. അവിടെ നിന്ന് ബിയറും മറ്റും വാങ്ങുകയുമാവാം. ചില യാത്രികർ നല്ല ഉറക്കത്തിലാണ്. ഫ്യോർഡ് ക്രൂസിനു വേണ്ടി ടിക്കറ്റ് എടുത്തു കയറി സീറ്റിൽ കിടന്ന് സുഖമായി ഉറങ്ങുന്നു. ഞാൻ വീണ്ടും ഡെക്കിലേക്ക് കയറി. ഇവിടെ ഒരു പാറക്കെട്ടും അതിനു മുകളിൽ ഒരു സിഗ്നൽ ഹൗസും എല്ലാം കാണാം. ഫ്യോർഡുകളിലൂടെ രാത്രികാലങ്ങളിൽ വരുന്ന ബോട്ടുകൾക്ക് ദിശ അറിയിക്കാനായി പലയിടത്തും പാറയുടെ മുകളിൽ അത്തരം സിഗ്നൽ ഹൗസുകളുണ്ട്. ഈ പാറക്കെട്ടിനപ്പുറത്തെ ചെരുവിൽ ഒരു ചെറു ഗ്രാമമുണ്ട്. സ്റ്റാങ്ഹെല്ലെ എന്നാണ് അതിന് പേര്. മലഞ്ചെരുവിലും ഫ്യോർഡിലെ ചെറുദ്വീപിലുമായി വ്യാപിച്ചു കിടക്കുന്ന ഗ്രാമമാണത്. സ്റ്റാങ്ഹെല്ലെ ഗ്രാമം ഇപ്പോൾ വ്യക്തമായി കാണാം. ഒരു പാലം കൊണ്ട് ഗ്രാമത്തിന്റെ 2 ഭാഗങ്ങളെ കൂട്ടിയിണക്കിയിരിക്കുന്നു. 99 ഏക്കർ വിസ്തൃതിയുള്ള ഗ്രാമമാണ് സ്റ്റാങ്ഹെല്ലെ. 800ഓളം ആളുകൾ അവിടെ വസിക്കുന്നു. ഗ്രാമത്തിന് പിന്നിൽ അതിന്റെ സംരക്ഷകൻ എന്ന പോലെ ആകാശമുട്ടുന്ന ഒരു മല. ശൈത്യകാലത്ത് ആ മലമുടിയെല്ലാം മഞ്ഞിന്റെ പുതപ്പണിയും. ആ സമയത്ത് അതിഗംഭീരമായൊരു കാഴ്ച തന്നെയാവും ഇവിടെ നിന്ന് ലഭിക്കുക. അക്കാലത്ത് ഗ്രാമത്തിലെ ജീവിതം അത്ര സുഖകരമായിരിക്കണമെന്നില്ല. എങ്കിലും മഞ്ഞുകാലത്തെ ആഘോഷവേളയാക്കുന്നവരാണ് നോർവേക്കാർ. മഞ്ഞുകാല ഉത്സവങ്ങൾ വരെ ഇവർക്കുണ്ട്. E16 എന്നറിയപ്പെടുന്ന യൂറോപ്യൻ റൂട്ടാണ് മലഞ്ചെരുവിലൂടെ കടന്നു പോകുന്നത്. ബെർഗൻസ്ബാനൻ റെയിൽവേ ലൈനിൽ ഗ്രാമത്തിൽ ഒരു സ്റ്റേഷനുമുണ്ട്. ഈ പ്രദേശമൊക്കെ പിന്നിട്ടാണ് ഞാൻ ഓസ്ലോയിൽ നിന്നും ബെർഗനിലേക്ക് പോയത്. ഇനി കറ്റമരൻ പോകുന്നതും ആ റെയിൽപാതയ്ക്ക് സമാന്തരമായി തന്നെ.
മലയിലെ തുരങ്കത്തിൽ നിന്നും നീണ്ടുകിടക്കുന്ന ഒരു കോൺക്രീറ്റ് ഭാഗം അവിടെ കാണാം. അതിൽ പാത അപ്രത്യക്ഷമാവുന്നു. പിന്നെ കുറേ ദൂരം മലയുടെ ഉദരത്തിലൂടെയാണ് ഹൈവേയും റെയിൽവേ ലൈനുമെല്ലാം കടന്നു പോവുക. അങ്ങനെയുള്ള നിരവധി തുരങ്കങ്ങളുണ്ട് ഓസ്ലോ ബെർഗൻ റൂട്ടിൽ. തീരത്തെ കാഴ്ചകൾ കണ്ടുകൊണ്ട് കറ്റമരനിൽ ഞാൻ സഞ്ചാരം തുടരുകയാണ്.